അവിയൽ ഉണ്ടാക്കാം. എല്ലാവർക്കും അവിയൽ ഉണ്ടാക്കാൻ അറിയാമെന്ന് എനിക്കറിയാം. എങ്കിലും നമുക്ക് വെറൈറ്റി ആയിട്ടൊരു കാഷ്യൂ നട്ടൊക്കെ ഇട്ട് അവിയൽ ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? അപ്പൊ നമുക്ക് അവിയൽ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം. അവിയൽ ഉണ്ടാക്കാൻ വേണ്ടത് തേങ്ങ വേണം, കറിവേപ്പില, ചെറിയുള്ളി, പച്ചമുളക്, പിന്നെ പച്ചക്കറികൾ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചിങ്ങയുണ്ട്, കുമ്പളങ്ങയുണ്ട്, മത്തങ്ങ, മുരിങ്ങക്കോല്, ക്യാരറ്റ്, പച്ചക്കായ, ചേന. പിന്നെ ഇതിലേക്ക് അരയ്ക്കാൻ ആവശ്യമുള്ളത് നല്ല ജീരകം വേണം, കടുക് വേണം, മഞ്ഞൾപ്പൊടി വേണം. ഞാനിവിടെ ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കും. ചില ആൾക്കാർ അത് യൂസ് ചെയ്യാറില്ല. പിന്നെ നമുക്ക് പുളി വേണം, കാഷ്യൂ നട്ട് വേണം, ഉപ്പ്, വെളിച്ചെണ്ണ. നമുക്കിത് മിക്സ് ചെയ്യാനുള്ള പാത്രം എടുക്കാം. ഇത് ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് അവിയൽ വയ്ക്കുന്നത്. ഞാനിവിടെ വെള്ളം ഒഴിക്കാത്ത രീതിയിലാണ് അവിയൽ വയ്ക്കുന്നത്. അത് നമുക്ക് അച്ചിങ്ങ ഇട്ട് കൊടുക്കാം. കുമ്പളങ്ങ, മത്തങ്ങ, മുരിങ്ങക്കോല്, ക്യാരറ്റ്. ഇതിൽ ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ ഇത് ചേർക്കുന്നേ ഉള്ളൂ. പച്ചക്ക, ചേന. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 മുതൽ അര വരെ, അത് ഓരോരുത്തരുടെ ഇഷ്ടം പോലെയാണ്. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പ് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. അടുത്തത് നമുക്ക് കറിവേപ്പില ഇടാം. പച്ചമുളക്, ഇത് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചേക്കുന്ന പച്ചമുളകാണ്. എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാനൊരു 4 എണ്ണം ചേർക്കുന്നുള്ളൂ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അവിയലിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കഷ്ണത്തിൻ്റെ അളവനുസരിച്ചിട്ടാണ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പൊക്കെ ചേർക്കേണ്ടത്. അത് ഓരോരുത്തരുടെ എത്ര ക്വാണ്ടിറ്റി എടുക്കുന്നതെന്നനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. അതിന് കൃത്യം കണക്ക് പറയാൻ പറ്റില്ല. ഇതിൽ മുളക് പൊടിയും കാഷ്യൂ നട്ടും ഓപ്ഷണലാണ്. മുളക് പൊടിയും കാഷ്യൂ നട്ടും ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. ചേർത്താൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും. അവിയലിന് ഒരു നല്ല കളറൊക്കെ ഉണ്ടാവും മുളക് പൊടി ചേർത്ത് കഴിഞ്ഞാൽ. മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇതിനൊരു അരമണിക്കൂർ അടച്ചു വെച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ പച്ചക്കറികളിലേക്ക് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, കറിവേപ്പില എല്ലാം ചേർത്ത് വെച്ചിട്ട് ഇപ്പോൾ അരമണിക്കൂറായി. നമുക്കിനി ഇത് ആവിയിൽ വേവിച്ചെടുക്കാം. ഇനി നമുക്ക് തേങ്ങയിലേക്ക് കുറച്ച് ജീരകം, വളരെ കുറച്ച് മതി, കുറച്ച് നല്ല ജീരകം, കുറച്ച് കടുക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പച്ചമുളക്, കറിവേപ്പില ഇത്രയും ചേർത്ത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. അരഞ്ഞു പോരുത്, ഒതുക്കാനേ പാടുള്ളൂ. പിന്നെ ഈ ചെറിയ ഉള്ളി എടുത്ത് വെച്ചിരിക്കുന്നത് ഒന്ന് ചതച്ചെടുക്കണം. ഇത്രയും ചെയ്തിട്ട് നമുക്ക് ഇത് പച്ചക്കറികൾ വെന്ത് വരുമ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കാം.
നമുക്കിത് വേവിക്കാൻ വെച്ചൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഈ പച്ചക്കറിയിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. പച്ചക്കറി വേവാൻ ആവശ്യമുള്ള വെള്ളം പച്ചക്കറിയിൽ നിന്ന് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇത് നന്നായിട്ട് വെന്ത് വരട്ടെ. ഒരുപാട് കുഴഞ്ഞു പോരുത് വെന്ത്. അവിയലിന് വെന്ത് കുഴഞ്ഞു കഴിഞ്ഞാൽ അവിയൽ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. കാണുമ്പോൾ ഭംഗി ഉണ്ടെങ്കിലേ കഴിക്കുമ്പോൾ ടേസ്റ്റ് തോന്നുള്ളൂ. നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പോൾ ഇതാ നമ്മൾ തേങ്ങ, ജീരകം, കടുക്, പച്ചമുളക്, വേപ്പില ഇത്രയും ചേർത്ത് ഒന്ന് ഒതുക്കിയെടുത്തിട്ടുണ്ട്. ഉള്ളി ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനൊരു ചെറിയ നെല്ലിക്ക വലിപ്പത്തിലാണ് വാളംപുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതൊന്ന് വെള്ളത്തിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കിയിട്ട് ഈ പുളിയുടെ മിക്സ് വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. പുളിയൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് ആവശ്യത്തിന് ഒഴിച്ചാൽ മതി. ഇനി നമുക്ക് കഷ്ണങ്ങൾ വെന്തോന്ന് നോക്കാം. നമുക്ക് തുറന്ന് നോക്കാം. പച്ചക്കറി വെന്തോന്ന് നോക്കാൻ എളുപ്പവഴി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേന ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. ആ ചേനയുടെ പീസിൽ നമ്മൾ ഇതുകൊണ്ടൊന്ന് അമർത്തി കൊടുത്ത് നോക്കിയാൽ മതി. ഞാൻ കാണിച്ചു തരാം. ഇത് ചേനയുടെ പീസാണ്. ഇത് നമുക്കൊന്ന് പതുക്കെ പ്രസ് ചെയ്ത് കൊടുക്കാം. ചേന മുറിഞ്ഞു. ഇപ്പോൾ കഷ്ണങ്ങളെല്ലാം പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കാം. കുറച്ച് പുളി ഒഴിച്ചാൽ മതി. ഞാൻ മിക്സ് ചെയ്ത് വെച്ചത് മുഴുവൻ ഒഴിക്കില്ല, വളരെ കുറച്ച് ഒഴിക്കുള്ളൂ. ഇത്ര ഒഴിക്കുന്നുള്ളൂ. എന്നിട്ട് പുളി ഒന്ന് നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റും കൂടി നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ പാകത്തിന് ഉണ്ടോയെന്ന് നോക്കണം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം. നമുക്ക് അടച്ചു വയ്ക്കാം. ഇപ്പം നമ്മൾ പുളി ചേർത്തിട്ട് 2 മിനിറ്റ് ആയി. നമുക്ക് തുറന്ന് നോക്കാം. ഞാൻ ചെറിയ തീയിൽ വെച്ചിട്ടാണ് ഇതെല്ലാം ചെയ്യുന്നത്. പച്ചക്കറി വേവിച്ചത് മുഴുവൻ ചെറിയ തീയിലാണ്. പുളിയൊക്കെ വറ്റിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് ബാക്കിയുള്ള ചേർക്കാനുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുക. ആദ്യം നടുക്കൊരു ഗ്യാപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ അതിൻ്റെ നടുക്ക് ആ ഉണ്ടാക്കിയ ഗ്യാപ്പിലേക്ക് നമ്മൾ പച്ചക്കറി മാറ്റിയിട്ടുള്ള ഗ്യാപ്പിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഉള്ളി ചതച്ചത് ഈ തേങ്ങയുടെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഈ പച്ചക്കറികൾ കൊണ്ട് ഇതൊന്ന് മൂടാം. ഈ തേങ്ങയും ഉള്ളി മൂടി വെച്ച് ഒന്ന് ആവി കയറട്ടെ തേങ്ങയിലേക്ക്. ഞാനിതിപ്പോൾ ഇവിടെ ഒരു അരമുറിയും കുറച്ചും കൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. നമുക്ക് എത്ര തേങ്ങ വേണം. അവിയലാകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഇത്ര കണക്കൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂ നട്ട് ചേർക്കാം. കുറച്ച് കറിവേപ്പിലയും ചേർക്കാം. പിന്നെ ഒരു 2 മിനിറ്റ് ഇത് അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ചെറിയ തീയിൽ വയ്ക്കാൻ ഓർക്കണം എപ്പോഴും. അപ്പം നമുക്ക് തുറന്ന് നോക്കാം. തേങ്ങ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. നമ്മളിങ്ങനെ പച്ചക്കറികളുടെ നടുക്ക് തേങ്ങ വെക്കണത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തേങ്ങ നമ്മൾ പച്ചയ്ക്കാണ് അരച്ചേക്കുന്നത്. അതുപോലെ കടുകും ജീരകവും എല്ലാം പച്ചയ്ക്ക് അരച്ചേക്കുന്നത്. അതൊന്ന് കുക്കാവാൻ വേണ്ടിയിട്ടാണ് പച്ചക്കറികൾ ഇങ്ങനെ ഗ്യാപ്പ് ഉണ്ടാക്കിയിട്ട് നമ്മൾ തേങ്ങയും ഉള്ളിയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. നമുക്ക് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. തീ ഞാൻ കുറച്ച് കൂട്ടി വയ്ക്കുകയാണ്. ഇത്ര സമയം ഞാൻ ചെറിയ തീയിലാണ് വെച്ചിരുന്നത്. നല്ല അവിയലിൻ്റെ നാടൻ സ്മെല്ലൊക്കെ വരുന്നുണ്ട്.
നമ്മൾ ഒട്ടും വെള്ളം ഒഴിക്കാതെ വേവിച്ചിട്ട് തന്നെ പച്ചക്കറികളെല്ലാം നന്നായിട്ട് കുക്കായി. അപ്പോൾ അത് നല്ല പാകത്തിനായിട്ടുണ്ട്. ഒരു മിനിറ്റും കൂടി നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇനി 1 മിനിറ്റത്തേക്ക് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് അടച്ചു വയ്ക്കുന്നത്. ഇത്ര സമയമെല്ലാം ചെറിയ തീയിലാണ് വെച്ചിരുന്നത്. ഇനി 1 മിനിറ്റത്തേക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ അടച്ചു വയ്ക്കാം. അപ്പോൾ നമ്മൾ അവിടെ വെച്ചിട്ട് 1 മിനിറ്റ് ആയി. നമുക്ക് തുറന്ന് നോക്കാം. അവിയൽ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയൊക്കെ, പച്ചക്കറികൾ മിക്സ് ചെയ്തപ്പോൾ ഒഴിച്ചു കൊടുത്ത വെളിച്ചെണ്ണയൊക്കെ തെളിഞ്ഞ് അവിയൽ പാകമായിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവാണ്. തീ ഓഫ് ചെയ്യുന്നു. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, തീ ഓഫ് ചെയ്തതിന് ശേഷം മാത്രം കറിവേപ്പില ഇടുക. കറിവേപ്പില ഇട്ടു. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി നമ്മൾ ഇളക്കരുത്. ഇളക്കാതെ അങ്ങനെ തന്നെ അടച്ചു വയ്ക്കണം. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ചിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അല്ലെങ്കിൽ ഇപ്പം ഇളക്കാതെ അടച്ചു വയ്ക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കറിവേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെയും സ്മെല്ല് ആ അവിയലിലേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അടച്ചു വയ്ക്കുന്നത്. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഇളക്കിയിട്ട് സെർവ് ചെയ്യാം. ഇപ്പം നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് പുതിയൊരു ഡിഷുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം.